ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പതുപോലെ ഞാൻ കഥാസാഗരമായിട്ട് എത്തിയിരിക്കുകയാണ്. കഥാസാഗരത്തിൻ്റെ സമയമായിരിക്കുകയാണ്. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ആസ്വദിക്കാവുന്ന കഥകളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. കൂടെ കുറച്ച് സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ കിടക്കാം അല്ലേ കഥയിലോട്ട്, താമസം വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു മുത്തച്ഛി കഥയാണ്. അതും കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ മുത്തച്ഛി കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ചെറിയൊരു പുസ്തകം. അതിൽ നിന്നെടുത്തൊരു ചെറിയൊരു മുത്തച്ഛി കഥയാണ്. ഒന്ന് കേട്ടു നോക്കാം അല്ലേ. പണ്ട് ഒരു മുത്തച്ഛിയും മുത്തച്ഛനും ഉണ്ടായിരുന്നു. മുത്തച്ഛിയാണെങ്കിൽ ഒരു പാവമായിരുന്നു. എന്നാൽ മുത്തച്ഛൻ ഭയങ്കര ദുഷ്ടനായിരുന്നു. മുത്തച്ഛൻ എപ്പോഴും മുത്തച്ഛിയെ ദ്രോഹിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം മുത്തച്ഛി ഉച്ചയൂണ് കഴിഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ അത് കണ്ടു. മുത്തച്ഛനൊരു കാര്യം ചെയ്തു. ആ തക്കം നോക്കി മുത്തച്ഛൻ മുത്തച്ഛിയുടെ വടിയെടുത്ത് കിണറ്റിലേക്ക് ബ്ലും എന്ന് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഇതൊന്നും അറിയാതെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ മുത്തച്ഛി ഉറക്കമുണർന്നു. അപ്പോഴതാ വടി കാണാനില്ല. മുത്തച്ഛി ചുറ്റുപാടും നോക്കി, കാണുന്നില്ല. അപ്പോൾ മുത്തച്ഛി ചോദിച്ചു, എൻ്റെ വടി കണ്ടോ? കണ്ടു, കിണറ്റിലുണ്ട്. പാവം മുത്തച്ഛി, എന്തു ചെയ്യാനാ? മുത്തച്ഛിക്ക് എങ്ങനെ കിണറ്റിൽ നിന്ന് വടിയെടുക്കാനാകും? കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തച്ഛിക്കൊരു സൂത്രം തോന്നി. മുത്തച്ഛി തൻ്റെ നീളൻ കാലുള്ള കുടയെടുത്ത് വടി പോലെ കുത്തിപ്പിടിച്ച് നടക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മുത്തച്ഛന് ദേഷ്യം വന്നു, അതികഠിനമായ ദേഷ്യം. പിന്നീട് മുത്തച്ഛി ഉച്ചയൂണും കഴിഞ്ഞ് പതിവ് പോലെ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. ആ തക്കം നോക്കി മുത്തച്ഛൻ കാലൻ കുടയെടുത്ത് കിണറ്റിലേക്ക് ഒറ്റയേറ്. എന്തു പറയാനാ? മുത്തച്ഛി ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ കാലൻ കുട കാണാനില്ല. മുത്തച്ഛി ചോദിച്ചു, നോക്കൂ, എൻ്റെ കാലൻ കുട നിങ്ങൾ കണ്ടോ? കണ്ടു, കിണറ്റിലുണ്ട്. പാവം മുത്തച്ഛിയുടെ വടിയും പോയി, കുടയും പോയി. മുത്തച്ഛി സങ്കടത്തോടെ ഞൊണ്ടിയും ഞരങ്ങിയും തപ്പിയും തടഞ്ഞും വീട് വിട്ടിറങ്ങി നടന്നു. അപ്പോഴാണ് മന്ത്രവാദിനി അമ്മൂമ്മ അതുവഴി വന്നത്. മന്ത്രവാദിനി അമ്മൂമ്മ മുത്തച്ഛിയോട് കാര്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മുത്തച്ഛി നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. മന്ത്രവാദിനി അമ്മൂമ്മ പറഞ്ഞു, കരയല്ലേ, വഴിയുണ്ടാക്കാം. മന്ത്രവാദിനി അമ്മൂമ്മ വലം കൈ ഉയർത്തി മന്ത്രം ചൊല്ലി. എന്തൊരത്ഭുതം! അമ്മൂമ്മയുടെ കയ്യിൽ അതാ ഉഗ്രനൊരു വടി, നീളൻ കാലുള്ള കുടയും. മന്ത്രവാദിനി അമ്മൂമ്മ വടിയും കുടയും മുത്തച്ഛിക്ക് നൽകി. മുത്തച്ഛി നേരെ വീട്ടിലേക്ക് തിരിച്ചു. മുത്തച്ഛി പുതിയ വടിയും കുടയുമായി വരുന്നത് മുത്തച്ഛന് തീരെ ഇഷ്ടമായില്ല. അത് പിന്നെ പറയാനുണ്ടോ? യാത്രയുടെ ക്ഷീണം കൊണ്ട് മുത്തച്ഛി വന്നപാടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങി. ആ തക്കം നോക്കി മുത്തച്ഛൻ കുടയും വടിയും എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. ദേ, ഒരു നിമിഷം കഴിഞ്ഞില്ല, കിണറ്റിലേക്കിട്ട വടിയും കുടയും അതാ പൊന്തി വന്നു. കുട ദുഷ്ടനായ മുത്തച്ഛനെ കഴുത്തിൽ കുടുക്കിയെടുത്ത് കിണറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ബ്ലും! ദാ കിടക്കുന്നു മുത്തച്ഛൻ കിണറ്റിൽ. മുത്തച്ഛൻ നിലവിളിയോട് നിലവിളി. മുത്തച്ഛൻ്റെ കരച്ചിൽ കേട്ട് മന്ത്രവാദിനി അമ്മൂമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇനി ഇങ്ങനൊരു ദുഷ്ടതയും കാട്ടില്ല. മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് മന്ത്രവാദിനി അമ്മൂമ്മ കിണറ്റിലേക്ക് നോക്കി ഒരു മന്ത്രം ജപിച്ചു. അത്ഭുതം! മുത്തച്ഛൻ വേഗം കിണറ്റിൽ നിന്ന് പഴയ വടിയും കുടയും തപ്പിയെടുത്തു. എന്നിട്ട് കിണറിന് മുകളിലേക്ക് ഒരു പരിക്കും പറ്റാതെ കയറി വന്നു. മുത്തച്ഛൻ മുത്തച്ഛിയോട് മാപ്പ് ചോദിച്ചു. മന്ത്രവാദിനി അമ്മൂമ്മ സന്തോഷത്തോടെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഇതുവരെ കേട്ടത് നിങ്ങൾ കേരളത്തിലെ ഒരു മുത്തച്ഛി കഥയാണ്. കേരളത്തിൽ അനേകം ഇത് കണക്കുള്ള മുത്തച്ഛി കഥകളുണ്ട്.
അതിൽ നിന്ന് ഒരെണ്ണം. ഇവിടുത്തെ നായിക മുത്തച്ഛയാണ്. എന്തായാലും ഇതൊരു സ്ത്രീപക്ഷ കഥയാണ്. മുത്തച്ഛൻ ഇതിനകത്ത് വില്ലനാണ്. ഈ നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒട്ടനവധി വനിതാ രത്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പക്ഷേ നമുക്ക് പലപ്പോഴും അവരെ അറിയില്ല. നമുക്ക് പലപ്പോഴും കുറച്ച് സിനിമാ നടികളുടെ പേരറിയാം, ചിലപ്പോൾ കുറച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ പേരറിയാം. അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഈ പ്രഗത്ഭരായ വനിതകളെക്കുറിച്ചുള്ള അറിവ്. അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെക്കുറിച്ചുള്ള അറിവ് നമുക്കത്രയേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറമൊക്കെ ഒട്ടേറെ പേർ നമ്മുടെ സമൂഹത്തിൽ തിളക്കമാർന്ന സേവനങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു പത്രത്തിൻ്റെ ഒരു വാരാന്ത്യ പതിപ്പിൽ, സൺഡേ സപ്ലിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇത്തരം കുറേ വനിതകളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ റൈറ്റപ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോഴാണ് മനസ്സിലായോ ഇത്രയും ആൾക്കാരൊക്കെ ഇവരുണ്ടല്ലോ അല്ലേ. നമുക്ക് കൂടിപ്പോയാൽ നമുക്കൊരു മഞ്ജു വാര്യരെ ഒക്കെ നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളൂ. സാധാരണ ജനങ്ങളെല്ലാം അങ്ങനെയാണ്. കൂടുതൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആയിരിക്കും കൂടുതൽ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സാഹിത്യത്തിൽ തിളങ്ങി നിൽക്കുന്നവരെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോർട്സ് താരങ്ങളെ, കുറച്ച് പേരെയൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. അതിനപ്പുറം എത്രയോ പേര് പല പല മേഖലകളിൽ സേവനങ്ങൾ, മഹത്തായ സേവനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സൺഡേ സപ്ലിമെൻ്റിൽ കണ്ട ചില സ്ത്രീ വ്യക്തിത്വങ്ങളെ അല്ലേ, വനിതകളെ ഒട്ടേറെ പേരുണ്ടായിരുന്നു അതിനകത്ത്. കുറേ ഏറെ പേജുകളിലായിട്ട് ഓരോരുത്തരെക്കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നിഷബ ഗോദ്രേജ്. ഗോദ്രേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന അല്ലേ, നമ്മൾ വളരെ പരിചിതമായൊരു കമ്പനിയാണ് ഗോദ്രേജ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ചെയർപേഴ്സണാണ് ഈ നിഷബ ഗോദ്രേജ്. തലമുറകളായി കൈമാറി വന്ന സ്ഥാനം ലഭിച്ചതാണ്. അവരൊരു സൈക്കോളജി ഗ്രാജുവേറ്റാണ്. ഹാർവർഡ് ബിസിനസ് സ്കൂളിലൊക്കെ പഠനം കഴിഞ്ഞ് വന്ന ഒരു വനിതയാണ്. ഇപ്പോൾ അവരുടെ ബിസിനസ് ഏകദേശം 1200 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അവർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ബോർഡിൽ, ഗോദ്രേജ് ബോർഡിനകത്ത് തന്നെ ഏകദേശം 5 സ്ത്രീകളുണ്ട്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ബോർഡാണത്. അതുകൊണ്ടൊക്കെ തന്നെ തെലങ്കാനയിലെ സ്വാതി ലക്ര IPS ഓഫീസർ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി ഷീ എന്ന് പറഞ്ഞ ഒരു ടീമിന് രൂപം കൊടുത്തു. ഷീ എന്ന് പറഞ്ഞ ഈ ടീം അല്ലെങ്കിൽ ടീമുകൾ ആദ്യം ഒരു ചെറിയൊരു ടീമായിട്ടാണ് തുടങ്ങിയത്. ഇന്ന് ടീമുകൾ എന്ന് വേണമെങ്കിൽ പറയണം. തെലങ്കാനയിലെ മിക്ക ജില്ലകളിലും ഈ ടീം സജീവമായി സ്ത്രീകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയത്തില്ല അല്ലേ, സ്വാതി ലക്ര എന്ന് പറഞ്ഞ IPS ഓഫീസർ. പക്ഷെ ഇവരൊക്കെ വളരെ മഹത്തായ സേവനങ്ങൾ നൽകുന്നതാണ്. സുനിത കൃഷ്ണൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. പ്രജ്വാല എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഫൗണ്ടറാണ്. പത്മശ്രീ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. ഒരു ഗാങ് റേപ്പ് സർവൈവറാണ് അവർ. ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെയാണ്, അതായത് മനുഷ്യക്കടത്തിനെതിരെ. അതുകണക്ക് തന്നെ ലൈംഗിക അതിക്രമങ്ങൾ, സ്ത്രീകളെ ലൈംഗിക ആവശ്യത്തിനായി കടത്തുന്ന സംഘങ്ങളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ്. ചേരികളിൽ സ്കൂളുകൾ ആരംഭിച്ചു. അതും വെറും 12 വയസ്സുള്ളപ്പോഴാണ് അവർ ചേരികളിൽ പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അങ്ങനെ ഒട്ടേറെ നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ശ്രോതാക്കൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഈ സപ്ലിമെൻറ്റിൽ ഞാൻ വായിച്ചൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് കവിതാ ദേവിയാണ്. ഫൗണ്ടർ ആൻഡ് എഡിറ്റർ, അതായത് റൂറൽ ന്യൂസ് പ്ലാറ്റ്ഫോമായ ഖബർ ലാഹേരിയ തുടങ്ങുന്നതിന് പങ്കാളിയായ ഒരു വ്യക്തിയാണ് കവിതാ ദേവി. അപ്പോൾ കവിതാ ദേവിയുടെ
ജീവിതവും വളരെ ക്ലേശകരമായിരുന്നു. 12ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് വീട്ടുകാർ. നമ്മൾ ഇപ്പോൾ അറിയുന്ന കവിതാദേവി ഒരു ഗ്രാമീണ ന്യൂസ് പ്ലാറ്റ്ഫോമിൻ്റെ കോ-ഫൗണ്ടറൊക്കെയാണ്. പക്ഷെ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ പഠനത്തിന് പോകാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. 5 സഹോദരങ്ങളാണ് ഇവർ. മാതാപിതാക്കൾ ദളിത് കർഷകരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത്രയും കുട്ടികളെ പോറ്റാനുള്ള ത്രാണിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് കല്യാണം കഴിച്ച് അയച്ചു. എന്തായാലും സമൂഹത്തെയും കുടുംബത്തെയൊക്കെ നിരാകരിച്ച് അവർ മഹിളാ സമാഖ്യ എന്ന് പറഞ്ഞൊരു NGOയിൽ അവർ ചേരുകയും അതുവഴി അവർ വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. ഈ NGO ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസം നൽകിയിരുന്നു. പഠിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ വിദ്യാഭ്യാസം നൽകിയിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും. അതുവഴി അവർ വിദ്യാഭ്യാസം നേടി ഇന്ന് ഈ നിലയിലെത്തി. നീണ്ട പോരാട്ടമാണ്. എനിക്കത് മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല, ഞാനൊരു സൂചന നൽകിയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ സമൂഹത്തിൽ നമ്മൾ ഇവരെ ഒന്നും പലപ്പോഴും തിരിച്ചറിയുന്നില്ല, അല്ലേ? എത്ര പേർക്ക് ഇവരെക്കുറിച്ചൊക്കെ അറിയാം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ സാക്ഷി മാലിക് നമുക്ക് ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന വനിതയാണ്, ഗുസ്തിക്കാരിയാണ്. ഗുസ്തിയിലൂടെ നമുക്ക് ഒളിമ്പിക് മെഡൽ ഇന്ത്യക്ക് നൽകിയ ഒരു വനിതാ രത്നമാണ്. രാധിക പെരമാൾ, വൈസ് ചെയർപേഴ്സൺ VIP ഇൻഡസ്ട്രീസ്. അവർ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അറിയേണ്ട ഒരു വ്യക്തിത്വമാണ് കൊല്ലക്കയിൽ ദേവകി അമ്മ. ഒരു വലിയ കാർ ആക്സിഡന്റിന് ശേഷം ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ അമ്മ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി തൻ്റെ വീടിൻ്റെ പുറകുവശത്ത്. ഒരു വൃക്ഷം ഒരു ദിവസം. ഇതിങ്ങനെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം. ഇന്ന് ഈ 4.5 ഏക്കർ ഭൂമി ഒരു നിബിഡ വനമാണ്. 3000 മരങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നു. അന്തരീക്ഷത്തിന് ശുദ്ധവായു നൽകുന്നു. പച്ചപ്പ്. ആ പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ആനന്ദം ലഭിക്കുന്നു. അത്രയ്ക്ക് നല്ല പച്ചപ്പ്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പക്ഷികളും മറ്റുമൊക്കെ ഇവിടെ ചേക്കേറുന്നുണ്ട്. അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ വനം ഇന്ന് ജൈവ വൈവിധ്യം കൊണ്ട് പേരുകേട്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്തുമാത്രമല്ലേ, ഒരു സ്വാർത്ഥ താല്പര്യമില്ലാതെ എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്, പ്രവർത്തിക്കുന്ന എത്രയോ വനിതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ അനേകം പേരുകൾ എനിക്കിവിടെ പറയാം. അലന ഗോൺമെയ് ഒരു ലോയറും ആക്ടിവിസ്റ്റും ഒക്കെയാണ്. അവരെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി പേരുകൾ. എനിക്ക് ഇവിടെ സമയക്കുറവുകൊണ്ട് എല്ലാം പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒട്ടേറെ വനിതകളുണ്ട്, പോരാടുന്ന വനിതകളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.